നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. തൊഴിയൂരിലെ മദ്രസാധ്യാപകന്റെ ബൈക്ക് മോഷ്ടിച്ച് നമ്പർ പ്ലേറ്റ് മാറ്റി ഉപയോഗിച്ച യുവാവിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മന്നലാങ്കുന്ന് അല്ലമീൻ റോഡിൽ വാഴപ്പള്ളി വീട്ടിൽ 25 വയസ്സുള്ള നബീലിനെയാണ് ഗുരുവായൂർ സ്റ്റേഷൻ SHO ജിൻസൺ ഡൊമിനിക്കിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ജൂൺ 26-ന് പുലർച്ചെ തൊഴിയൂർ മദ്രസയ്ക്ക് മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന മലപ്പുറം സ്വദേശിയായ മദ്രസാധ്യാപകന്റെ ബൈക്കാണ് മോഷ്ടിച്ചത്. 45ഓളം CCTV ക്യാമറകളും മറ്റും കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. സബ് ഇൻസ്പെക്ടർ മഹേഷ്, ASI വിപിൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കൃഷ്ണപ്രസാദ്, സിവിൽ പോലീസ് ഓഫീസർ ജോസ് പോൾ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. വേലൂർ ഗ്രാമപഞ്ചായത്ത് MCF പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം MLA AC മൊയ്തീൻ നിർവഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NC വില്യംസ് മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷൈന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CF ജോയ്, ഷേർലി ദിലീപ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സപ്ന റഷീദ്, മെമ്പർമാരായ വിമല നാരായണൻ, ശുഭ അനിൽകുമാർ, ബിന്ദു ശർമ്മ, ആരിഫ സാബിർ, രേഷ്മ സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപ ഉൾപ്പെടെ 43 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ ഒരു നെല്ലും ഒരു മീനും പദ്ധതിക്ക് പുന്നയൂർകുളം ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. പരൂർ പടവ് കോൾ സമിതി മാഞ്ചിറപ്പാടത്തു നടത്തിയ മത്സ്യവിത്ത വിതരണോദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷയായി. വാർഡ് മെമ്പർ ഹാജിറ, പടവ് കമ്മിറ്റി പ്രസിഡന്റ് അബൂബക്കർ കുന്നങ്കാട്ടിൽ, സെക്രട്ടറി ജബ്ബാർ, പുന്നയൂർകുളം കർഷക കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ്, CPM ലോക്കൽ സെക്രട്ടറി താജുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. എറണാകുളം ഭൂതത്താൻകെട്ട് ഹേച്ചറിയിൽ നിന്ന് കൊണ്ടുവന്ന കട്ല, രോഹു ഇനങ്ങളിൽപ്പെട്ട 3 ലക്ഷം കുഞ്ഞുങ്ങളെയാണ് ആദ്യഘട്ടം പടവിലിറക്കുന്നത്. അതേസമയം മീൻകുഞ്ഞുങ്ങളുടെ വലിപ്പം കുറഞ്ഞതിനാൽ കമ്മിറ്റി പടവിൽ നിക്ഷേപിക്കാതെ തിരിച്ചയച്ചു. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന ലഹരിവിരുദ്ധ സന്ദേശവാഹനയാത്ര ഞായറാഴ്ച കുന്നംകുളം ഭദ്രാസനത്തിൽ എത്തിച്ചേരും. രാവിലെ ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഭദ്രാസനം മെത്രോപൊലിത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസിന്റെ അധ്യക്ഷതയിൽ ബോധവൽക്കരണ പരിപാടി നടക്കും. തുടർന്ന് ആർത്താറ്റ് ദേവാലയത്തിൽ നിന്ന് കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് വാഹന റാലി നടത്തും. യൂലിയോസ് മെത്രോപൊലിത്തയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സമ്മേളനം കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിക്കും. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ലഹരിവിരുദ്ധ സന്ദേശം നൽകും. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ, മദ്യവർജന സമിതി കുന്നംകുളം ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ സക്കറിയ കൊളന്നൂർ എന്നിവർ സംസാരിക്കും. യുവജന പ്രസ്ഥാനം ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ തോമസ് ചാണ്ടി, ജനറൽ സെക്രട്ടറി GOK വിൽസൺ, ജോയിന്റ് സെക്രട്ടറി ജെഹിൻ ജേക്കബ്, ട്രഷറർ നോബിൻ CJ, ഭദ്രാസന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന ലഹരി വിരുദ്ധ സന്ദേശ യാത്ര കുന്നംകുളം ഭദ്രാസനത്തിൽ ജൂലൈ മാസം 6-ാം തീയതി രാവിലെ എത്തിച്ചേരുന്നു. അന്ന് യാത്രയിൽ പങ്കെടുക്കുന്നവർ നമ്മുടെ ആർത്താറ്റ് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും തുടർന്ന് അവിടെ ഒരു സമ്മേളനവും, അവിടെ നിന്ന് നമ്മുടെ ഭദ്രാസനത്തിലെ എല്ലാ ഇടവകളിൽ നിന്നും എത്തിച്ചേരുന്ന യുവാക്കൾ ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ കൊടികളും ലഹരി വിരുദ്ധ സന്ദേശ പ്ലേക്കാർഡുകളും പിടിച്ചുകൊണ്ട് കുന്നംകുളം അരമന വഴി കുന്നംകുളം ടൗണിൽ എത്തിച്ചേരുകയും അവിടെ വെച്ച് ഒരു സമ്മേളനം നടത്തുകയും ചെയ്യുന്നു. കേരളത്തെ വെന്റിലേറ്ററിലാക്കിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. കൈരളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി കൈരളി ജംഗ്ഷനിൽ സമാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ, അരവിന്ദൻ പല്ലത്ത്, CS സൂരജ്, ബാലൻ വാർനാട്ട്, ശൈലജ ദേവൻ, ഷാജൻ തരങ്കിണി, രതീഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി. എഴുത്തിൻ്റെയും സിനിമയുടെയും യാത്രയുടെയും സാമ്രാജ്യത്തിൽ ശില്പഘടന മാന്ത്രികത കൊണ്ട് വിസ്മയകരമായ അർത്ഥതലങ്ങൾ നെയ്തെടുത്ത ചിന്താരവി ഓർമ്മയായിട്ട് 14 വർഷം. ജീവിത ദർശനത്തോടൊപ്പം സവിശേഷമായ ഭാഷാശൈലി സമ്മാനിച്ച് വ്യത്യസ്ത തലങ്ങളിലൂടെ ഒഴുകിയ പ്രതിഭയായിരുന്നു ചിന്താരവി. എഴുത്ത്, സിനിമ, ചലച്ചിത്ര നിരൂപണം, യാത്ര തുടങ്ങി വ്യത്യസ്ത മേഖലകളിലെ സൂക്ഷ്മതലങ്ങളിലൂടെ സ്വന്തം അടയാളങ്ങൾ തീർത്ത പ്രതിഭയാണ് ചിന്തരവി എന്ന K. രവീന്ദ്രൻ. പദങ്ങളുടെ സവിശേഷമായ ചേരുവയാണ് രവീന്ദ്രന്റെ രചനകളിൽ കാണുക. സംസ്കൃതവും മലയാളവും സർഗാത്മകമായി കൂടിച്ചേരുന്ന മുഹൂർത്തങ്ങൾ സംഗമിക്കുന്ന എഴുത്ത്.
അകലങ്ങളിലെ മനുഷ്യർ, മെഡിറ്ററേനിയൻ വേനൽ, സ്വിസ് സ്കെച്ചുകൾ, ബുദ്ധപദം എന്നീ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ഭാഷയുടെ ചാരുത മാത്രം മതി ചിന്തരവിയുടെ എഴുത്തുശൈലി അറിയാൻ. സമസ്ത പദങ്ങളും ചെറിയ വാക്യങ്ങളുമെല്ലാം സമ്മിശ്രമായി കടന്നുവരുന്ന ഭാഷയിലൂടെ മലയാളത്തിന് പുതിയൊരു മുഖം നൽകാൻ കഴിഞ്ഞതാണ് രവീന്ദ്രന്റെ ശ്രേഷ്ഠത. എഴുത്തിലെന്നതുപോലെ ജീവിതത്തിലും വ്യത്യസ്തനായിരുന്നു ചിന്തരവി. ജീവന്റെ നാഭിയിൽ സഞ്ചാരത്തിന്റെ മുദ്രകൾ പതിഞ്ഞ യാത്രികനെന്ന് രവീന്ദ്രനെ വിശേഷിപ്പിക്കാം. നിറക്കാഴ്ചകളുടെ അപ്പുറത്തുള്ള നിറം മങ്ങിയ ജീവിതാനുഭവങ്ങളുടെ പൊരുളുകൾ തെരഞ്ഞ് യാത്ര ചെയ്ത ഈ സഞ്ചാരി നമ്മുടെ സംസ്കാരത്തിന്റെ ചക്രവാളങ്ങളെ ഏറെ വിസ്തൃതമാക്കി. അകലങ്ങളിലെ മനുഷ്യർ, സ്വിസ് സ്കെച്ചുകൾ, മെഡിറ്ററേനിയൻ വേനൽ, ബുദ്ധപദം, എന്റെ കേരളം, ശീതകാല യാത്രകൾ എന്നീ യാത്രാ വിവരണങ്ങൾ ഇതിന്റെ സാക്ഷ്യപത്രങ്ങളാണ്. 70കൾ മുതലുള്ള അർത്ഥവത്തായ എല്ലാ സാംസ്കാരിക അന്വേഷണങ്ങൾക്കും പിന്നിൽ ചാലകശക്തിയായി രവീന്ദ്ര സാന്നിധ്യമുണ്ടായിരുന്നു. ഹരിജൻ, ഇനിയും മരിച്ചിട്ടില്ലാത്ത നമ്മൾ, ഒരേ തൂവൽ പക്ഷികൾ എന്നിവയാണ് രവീന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമകൾ. അദ്ദേഹത്തിന്റെ യാത്രയുടെയും ചിന്തകളുടെയും അന്വേഷണങ്ങളുടെയും തുടർച്ച തന്നെയായിരുന്നു ഈ സിനിമകൾ. ജനപദങ്ങളിലൂടെ, നാഗരികതയുടെ ആഴക്കാഴ്ചകളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു. സ്വന്തം കഴിവുകളും പ്രതിഭയും ഉയർത്തിപ്പിടിക്കാതെ മറ്റുള്ളവരെ തുല്യരായും ഉയർന്നവരായും കണ്ട് ചിന്തകളുടെ, അറിവിന്റെ മടുപ്പിക്കാത്ത എഴുത്തുകൾ സമ്മാനിച്ച് മടക്കമില്ലാത്ത യാത്രയിലേക്ക് അദ്ദേഹം നടന്നകന്നു. കടലാക്രമണത്തിൽ വീടും വസ്തുവകകളും നഷ്ടപ്പെട്ട് പരാതി പറയാനെത്തിയ മത്സ്യത്തൊഴിലാളികളെ താടിവച്ച ഗുണ്ടകൾ എന്ന് അധിക്ഷേപിച്ച ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും മന്ത്രിയുടെ കോലം കത്തിക്കലും നടത്തി. ബ്ലാങ്ങാട് ബീച്ചിൽ നടന്ന പരിപാടി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് CV സുരേന്ദ്രൻ മരക്കാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KD വീരമണി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി C മുസ്താഖലി, H ഷാജഹാൻ, തൃശൂർ ജില്ലാ ഭാരവാഹികളായ KK വേഡുരാജ്, നളിനാക്ഷൻ ഇരട്ടപ്പുഴ, CS രമണൻ, TM പരീത്, മാലിക്കുളം അബു, PK കബീർ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ അന്തർദേശീയ സഹകരണ ദിനം ആചരിച്ചു. ചെയർമാൻ അഡ്വക്കേറ്റ് PR വാസു പതാക ഉയർത്തി. ഗുരുവായൂർ ഫ്രീഡം ഹാളിൽ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് PR വാസു അധ്യക്ഷത വഹിച്ചു. സഹകരണ നിയമ ഭേദഗതിയിലൂടെ കേരളത്തിന്റെ സഹകരണ മേഖല മുന്നോട്ട് എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. ഇടുക്കി സീനിയർ ഓഡിറ്റർ UM ഷാജി വിഷയം അവതരിപ്പിച്ചു. ഭരണസമിതി അംഗങ്ങളായ VP വിൻസെന്റ് സ്വാഗതവും PI സജിത നന്ദിയും പറഞ്ഞു. യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് M മണിശങ്കർ, KN രാമചന്ദ്രൻ, KK ജിനേന്ദ്രബാബു, T ശ്രീകുമാർ വാഗ എന്നിവർ നേതൃത്വം നൽകി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഗുണഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് EK നായനാർ സ്മാരക കോൺഫറൻസ് ഹാളിൽ നടന്ന ലൈഫ് ഗുണഭോക്താക്കളുടെ സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റിനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ രാജീവ് വേണു, PK അസീസ്, TO ജോയ്, ശരത് രാമനുണ്ണി, രമ ബാബു, ഷീബ ചന്ദ്രൻ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരായ ബൈജു വിൻസെന്റ്, വിവേക് ജസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. ലൈഫ് പദ്ധതിയിൽ 189 ഗുണഭോക്താക്കളുടെ പട്ടികയാണ് പഞ്ചായത്തിലുള്ളത്. ഇതിൽ 88 പേരാണ് എഗ്രിമെന്റ് വെച്ച് ഭവന നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ സംഭവത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് PI തോമസ്, ബിജോയ് ബാബു, CK ബാബു, വിനോജ്, മിഷ സെബാസ്റ്റ്യൻ, മിനി മോൺസി തുടങ്ങിയവർ നേതൃത്വം നൽകി. കോൺഗ്രസ് പൂക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ K കരുണാകരന്റെ ജന്മദിനം ആചരിച്ചു. തമ്പുരാൻപടി കോൺഗ്രസ് ഭവനിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. ആൻഡോ തോമസിന്റെ അധ്യക്ഷതയിൽ സേവാദൾ ജില്ലാ സെക്രട്ടറി VM അഷ്റഫ് യോഗം ഉദ്ഘാടനം ചെയ്തു. ജലീൽ പൂക്കോട്, TA ഷാജി, സാബു ചൊവ്വലൂർ, AS ശ്രീനിവാസൻ, ബഷീർ പൂക്കോട്, VK വിമൽ, ജോൺസൺ ചൊവ്വലൂർ, റാബിയ ജലീൽ എന്നിവർ സംസാരിച്ചു. കൗൺസിലർ ജീഷ്മ സുജിത് സ്വാഗതവും P സത്താർ നന്ദിയും പറഞ്ഞു. പെരിങ്ങണ്ടൂർ ADUP സ്കൂളിൽ ലഹരിവിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ സെമിനാർ നടത്തി. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക KN സതീദേവി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അധ്യാപകരായ KN ജ്യോതി, നിഷ എന്നിവർ പ്രസംഗിച്ചു. സെമിനാറിനു ശേഷം വിദ്യാർത്ഥികൾ പേനയും പുസ്തകവും ഉയർത്തിപ്പിടിച്ച് എഴുത്തും വായനയും ശീലമാക്കി ലഹരിയെ തടയുമെന്ന് ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. വിദ്യാർത്ഥികളായ ശ്രീനന്ദ, അമൃത ബാലൻ എന്നിവർ നേതൃത്വം നൽകി.
കെ കരുണാകരൻ ഫൗണ്ടേഷൻ പൊന്നിയൂരിന്റെ നേതൃത്വത്തിൽ ലീഡർ കെ കരുണാകരന്റെ 107ാം ജന്മദിനം ആചരിച്ചു. മന്നലാങ്കുന്ന് കരുണാഭവനിൽ നടന്ന ചടങ്ങ് DCC സെക്രട്ടറി AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കെ കരുണാകരൻ ഫൗണ്ടേഷൻ വർക്കിംഗ് ചെയർമാൻ ഷാഹുൽ പള്ളത്ത് അധ്യക്ഷത വഹിച്ചു. പൊന്നിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KK ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി. UAE ഇൻകാസ് സംസ്ഥാന സെക്രട്ടറി സുലൈമാൻ കറുത്താക്ക, കമ്മിറ്റി ഭാരവാഹികളായ ബിദേശ് വലിയകത്ത്, ബിജേഷ് വലിയകത്ത്, നോബി പടിഞ്ഞാപ്പുറത്ത്, ചാവക്കാട് കാർഷിക ബാങ്ക് ഡയറക്ടർ യൂസഫ് തണ്ണിത്തുറയ്ക്കൽ, താച്ചു കരിയാടൻ എന്നിവർ സംസാരിച്ചു. നിസാർ കിഴക്കൂട്ട്, അലി കർത്ത, അലി നവാസ് ബാബുട്ടി, MM അഷ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് പ്രവർത്തകർ മധുരം വിതരണം ചെയ്തു. കാൽപ്പനികതയുടെയും കരവിരുതിന്റെയും കയ്യൊപ്പു ചാർത്തുന്ന ആഭരണങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരണവുമായി ചാവക്കാട് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമിൽ ആർട്ടിസ്ട്രി ഷോയ്ക്ക് തുടക്കമായി. 9 നവവധുമാർ ചേർന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് +2-ൽ ഉന്നത വിജയം നേടിയ 20ഓളം കുട്ടികളെ അനുമോദിച്ചു. ഷോറൂം ഹെഡ് അരുൺ ദാസ്, ഡെപ്യൂട്ടി ഷോറൂം ഹെഡ് റസാഖ്, സീനിയർ സെയിൽസ് മാനേജർ ഷൈജിത്ത്, മാർക്കറ്റിംഗ് മാനേജർ സുരേഷ് കുമാർ, ഇൻവെസ്റ്റർമാരായ KK അഷ്റഫ്, R അബു എന്നിവർ പങ്കെടുത്തു. ജൂലൈ 4 മുതൽ 7 വരെയാണ് ആർട്ടിസ്ട്രി ഷോ നടക്കുന്നത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,020 രൂപ, പവന് 72,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 116 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.